ഹായ്, ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുതിര വെച്ചിട്ടൊരു ഉപ്പേരിയാണ്. മുളക് വെളുത്തുള്ളിയൊക്കെ കുത്തി വറവിട്ടൊരു ഉപ്പേരി. അപ്പോൾ അതിന് നമുക്ക് മുതിര ഒരു കുക്കറിലേക്ക് നന്നായിട്ട് അരിക്കണം കേട്ടോ. മുതിര ഇപ്പോൾ കല്ല് കുറവാണെങ്കിൽ ആദ്യമൊക്കെ മുതിരയിൽ നല്ല കല്ലുണ്ടാവുമായിരുന്നു. ഇപ്പോൾ അത്ര തന്നെ കിട്ടുന്നില്ല കല്ല് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 4-5 വിസിൽ 5-6 വിസിൽ വേണ്ടി വരും മുതിര വേവാൻ. നോക്കാം നമുക്ക്. അപ്പോൾ മുതിരയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 6 വിസിലേ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുള്ളത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും വാദത്തിനൊക്കെ ഏറ്റവും നല്ലതായി മുതിര വെള്ളം കുടിക്കുന്നത്, മുതിര കഴിക്കുന്നത് ഈ തണുപ്പത്തൊക്കെ. പിന്നെ ഇറഗുലർ ആയിട്ടുള്ള അതിനൊക്കെ റെഗുലർ ആവാനൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്. നല്ല പോഷകം അടങ്ങിയൊരു ഇതാണ് മുതിര. അപ്പോൾ നമുക്ക് ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണേ. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന്, അപ്പോൾ ഇത് മുളക് പൊടി ചേർത്താൽ പിന്നെ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അതിന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തണുപ്പ് കാലത്ത് എന്തായാലും എല്ലാവരും ദിവസം ഇല്ലെങ്കിലും കുറച്ച് 1-2 ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മുതിര കഴിക്കണം കേട്ടോ. അപ്പം നമ്മൾ മുതിര ഉപ്പേരി ഇവിടെ റെഡിയായി. എത്ര എളുപ്പത്തിൽ പണി കഴിഞ്ഞില്ലേ. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. ഇതിൻ്റെ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ചതച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ നല്ലൊരു രസമായി കേട്ടോ. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവരും നമ്മളെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക് യു.